ഹലോ ഗായ്സ്, ഡേ 13 ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച്. അങ്ങനെ നമ്മൾ 13ാമത്തെ ദിവസം എത്തി. ഇന്ന് മുതൽ ഞാൻ GM ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. GM ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതേപോലെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എഗ്ഗൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ പലപ്പോഴും കമ്പാരിസൺസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? നമ്മളെ താരതമ്യം ചെയ്യാം. ഞാൻ ചെറുപ്പം മുതലേ ഈ ഒരു കമ്പാരിസൺ ഫേസ് ചെയ്യുന്ന ആളാണ്, സ്റ്റിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് അത്ര സുഖമുള്ള പരിപാടിയല്ല. കാരണം നമുക്ക് പറയുന്നവർക്ക് അത് സുഖമായിരിക്കും, പക്ഷെ ഫേസ് ചെയ്യുന്നവർക്ക് അത്ര സുഖമുള്ള പരിപാടിയല്ല. ഇപ്പം ഞാനൊരു പരിപാടിക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അധികം പരിപാടിക്ക് പോവാത്തത് കൊണ്ടാണ്, പോയിട്ടുണ്ടെങ്കിലും എന്നെ പരിചയപ്പെടുത്താം. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വാസന്തി ചേച്ചി. അവർ എന്നെ പലപ്പോഴും പരിചയപ്പെടുത്താം. ഇത് സജിതേൻ്റെ മൂത്ത മോളാണ്, ഇവർക്ക് ഒരു ഇളയ കുട്ടിയുണ്ട്. അവൾ ഇതേപോലെ ഇല്ല കേട്ടോ, ആ കുട്ടീനെ കാണാൻ നല്ല ഭംഗിയാണ്, ആ കുട്ടി നല്ല സ്ലിമ്മാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെലിഞ്ഞിട്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പം എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവരെ മുമ്പിൽ അവർ കാണുന്നത്, ഞാൻ കാണുന്നതല്ല, അവർ കാണുന്ന എന്താണ്, അവൾ തടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഇപ്പോഴും ഈ കമ്പാരിസൺ, അത് നമ്മളൊരു ബോഡി ഷെയിം വെച്ചുകൊണ്ട് മാത്രമല്ല കമ്പാരിസൺ, അല്ലാത്തതിനുമൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സ്വയം ഒരു ഇഷ്ടമില്ലാണ്ടായി മാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം ഞാൻ എൻ്റെ കേസ് തന്നെ പറയാം. കാരണം ഒരു ടൈം എത്തുന്ന സമയത്ത് ഞാൻ എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇതിങ്ങനെ ആൾക്കാരൊക്കെ കമ്പയർ ചെയ്ത് കേട്ട് ഞാൻ എന്താ ശരിയല്ലേ അങ്ങനെ ഞാൻ എന്നെ കമ്പയർ ചെയ്ത് ഒരു ട്രോമ പോലെയായി. പക്ഷെ ഇപ്പം ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട് അതൊക്കെ ഒന്ന് മാറ്റി വരുന്നുണ്ട്. സോ ലൈഫിൽ ആരും കമ്പയർ ചെയ്യാതിരിക്കുക, എല്ലാവരും യുണീക്കാന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക.